ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യക്ക് 48 റൺസിൻ്റെ ഉജ്ജ്വല വിജയം. ഇന്ത്യ നേടിയ 238 എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന കിവീസിൻ്റെ പോരാട്ടം 190 എന്ന നിലയിൽ അവസാനിച്ചു. വെറും 35 പന്തിൽ 84 റൺസ് നേടി ടീമിന് ഗംഭീര തുടക്കം നൽകിയ അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇതോടെ 5 മത്സര T20 പരമ്പരയിൽ 1-0 ഇന്ത്യ മുമ്പിലെത്തി. മത്സരത്തിൽ ടോസ് വിജയിച്ച ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. രണ്ടാം ഓവറിൽ 2 ബൗണ്ടറിയോടെ സഞ്ജു തുടങ്ങിയെങ്കിലും 5-ാം പന്തിൽ രവീന്ദ്രയ്ക്ക് പിടികൊടുത്ത് മടങ്ങി. 7 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 10 റൺസ് മാത്രമായിരുന്നു സഞ്ജു നേടിയത്. അടുത്ത ഓവറിൽ 8 റൺസ് എടുത്ത ഇഷാൻ കിഷനും മടങ്ങിയതോടെ ആദ്യ 3 ഓവറിൽ തന്നെ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായി. എന്നാൽ 3-ാം വിക്കറ്റിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ സഖ്യം പ്രത്യാക്രമണം ആരംഭിച്ചതോടെ ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലായി. വെറും 22 പന്തിൽ നിന്നാണ് അഭിഷേക് തൻ്റെ 7-ാം T20 50 നേടിയെടുത്തത്. സ്കോർ 100 കടന്നതിന് പിന്നാലെ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. 22 പന്തിൽ 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 32 റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത്. സെഞ്ചുറിയിലേക്ക് കുതിച്ച അഭിഷേക് ശർമ്മ അടുത്ത ഓവറിൽ വിക്കറ്റ് നഷ്ടമാക്കിയത് കാണികൾക്ക് നിരാശ സമ്മാനിച്ചു. 35 പന്തിൽ 5 ഫോറും 8 സിക്സും ഉൾപ്പെടെ 84 റൺസായിരുന്നു അഭിഷേക് നേടിയത്. ശിവൻ ദുബൈയും പാണ്ഡ്യയും അതിവേഗം റൺസ് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ പുറത്തായതോടെ ഇന്ത്യൻ സ്കോറിംഗിൻ്റെ വേഗത കുറഞ്ഞു. എന്നാൽ അവസാന ഓവറുകളിൽ റിങ്കു സിംഗ് കത്തിക്കയറിയതോടെ 200 കടന്ന് ഇന്ത്യ മുന്നേറി. മിച്ചിലെറിഞ്ഞ് 20-ാം ഓവറിൽ 2 സിക്സും 2 ഫോറും ഉൾപ്പെടെ 21 റൺസ് വന്നതോടെ 238 എന്ന വമ്പൻ സ്കോറാണ് ഇന്ത്യ നേടിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കിവീസിന് 2-ാം പന്തിൽ തന്നെ ഓപ്പണർ കോൺവേയെ 0 നഷ്ടമായി. സഞ്ജു സാംസന്റെ മികച്ച ക്യാച്ചിൽ അർഷ്ദീപ് സിംഗ് വിക്കറ്റ് നേടുകയായിരുന്നു. അടുത്ത ഓവറിൽ പാണ്ഡ്യ രജിൻ രവീന്ദ്രയെ പുറത്താക്കിയതോടെ ഇന്ത്യക്ക് മികച്ച തുടക്കം തന്നെ ലഭിച്ചു. പിന്നീട് ടിം റോബിൻസനെ മടക്കി വരുൺ ചക്രവർത്തി 3-ാം കിവീസ് വിക്കറ്റും വീഴ്ത്തി. ഗ്ലെൻ ഫിലിപ്സ് കൗണ്ടർ അറ്റാക്കിലൂടെ 29 പന്തിൽ നിന്നും 50 നേടി കിവീസിന് പ്രതീക്ഷകൾ നൽകി. 14-ാം ഓവറിൽ ഫിലിപ്സിനെ അക്സർ ദുബൈയുടെ കയ്യിലെത്തിച്ചു. 40 പന്തിൽ 4 ഫോറും 6 സിക്സും ഉൾപ്പെടെ 78 റൺസായിരുന്നു ഫിലിപ്സ് നേടിയത്. പിന്നീട് മത്സര നിയന്ത്രണം ഏറ്റെടുത്ത ഇന്ത്യൻ ബൗളേഴ്സ് വിക്കറ്റുകൾ ഓരോന്നായി വീഴ്ത്തിയതോടെ കിവീസിൻ്റെ വിജയസ്വപ്നങ്ങൾ അകന്നു. വെറും 3 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി അവസാന ഓവർ ഉജ്ജ്വലമായി എറിഞ്ഞ് ശിവൻ ദുബൈ 197 എന്ന സ്കോറിൽ കിവീസിനെ തളച്ച് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. പരമ്പരയിലെ 2-ാം മത്സരം ജനുവരി 23 വെള്ളിയാഴ്ച നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.